ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു വെറൈറ്റി ഐറ്റമാണ് ട്രൈ ചെയ്യുന്നത്, ചേന ഫ്രൈ. അപ്പോൾ ചേനയല്ല, ചേമ്പ്. എനിക്ക് ചേനയും ചേമ്പും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അപ്പോൾ ചേമ്പ് ഫ്രൈ ആണ്. ഫസ്റ്റ് തന്നെ നമ്മൾ അതിനെ രണ്ടാക്കിയിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ രണ്ടെണ്ണേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് നല്ല അത് കഴുകിയെടുക്കണം. അതിൻ്റെ ആ ഒരു കൊഴുപ്പുണ്ടല്ലോ, അതൊക്കെ പോകാൻ വേണ്ടി നന്നായിട്ട് നമുക്ക് വെള്ളത്തിൽ വെച്ച് കഴുകി അങ്ങ് എടുക്കണം. എന്നിട്ട് ഇതൊന്നും കൂടി നമ്മൾ 4ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. നാലല്ല, 2ആയിട്ട് ഇതുപോലെ വീഡിയോ കാണുന്ന പോലെ ഉണ്ടല്ലോ, കട്ട് ചെയ്തെടുക്കണം. എല്ലാ പീസും അതുപോലെ തന്നെ കട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ വലിപ്പത്തിൽ വ്യത്യാസം വരും. അതുകൊണ്ട് നമ്മളെല്ലാം ഇങ്ങനെ രണ്ടാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ വേണമെങ്കിൽ നമുക്ക് ഇത് ഒന്നുകൂടി വേണം കഴുകിയെടുക്കാം. ആ ഒരു പശപ്പ് പോകണമെങ്കിൽ നല്ല കയ്യിൽ നിന്ന് ഇങ്ങനെ വഴുതി പോവാണ്. അപ്പം ഇത് നമ്മളെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു തവണയും കൂടി നമ്മൾ കഴുകിയെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കഴുകിയാൽ മതി, നിർബന്ധമില്ല. പക്ഷെ നമ്മളിവിടെ കഴുകിയിട്ടുണ്ട്. പിന്നെ ഒരു പാത്രം വെച്ചിട്ട് ഞാനിത് അരിയാൻ തുടങ്ങി. പിന്നെ അരിഞ്ഞ് നമ്മൾ കത്തി മാറ്റാൻ മറന്നേ. പിന്നെ ഞാൻ കത്തി മാറ്റിയിട്ട് നന്നായിട്ട് അരിഞ്ഞപ്പോൾ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ആണ് അരിഞ്ഞെടുക്കുന്നത്. ഇതുപോലെ നമുക്കിങ്ങനെ എല്ലാം അരിഞ്ഞെടുക്കാം. ഒത്തിരി കട്ടിക്കരിയല്ല, നല്ല ചെറുതാക്കി നല്ല കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. അപ്പോഴാണ് അടിപൊളിയാകുന്നത്. കണ്ടില്ലേ, ഈ ഒരു കട്ടിക്കാണ് നമ്മൾ സെറ്റാക്കി എടുത്തേക്കുന്നത്. ഇത് കണ്ടില്ലേ, എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എണ്ണയൊക്കെ തിളച്ച് ഇവിടെ വരുന്നുണ്ട്. നമുക്കിനി ഒരെണ്ണം ഇട്ട് നോക്കാം. കണ്ടില്ല, അപ്പോൾ ഇത് പൊങ്ങി വരുന്നുണ്ട്. അപ്പം എണ്ണ സെറ്റായെന്ന് അർത്ഥം. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമ്മളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ആയി വരട്ടെ. ഞാൻ ഓർത്തത് ഒത്തിരി സമയം എടുക്കുമെന്ന്, പക്ഷേ പെട്ടെന്ന് തന്നെ റെഡി ആകും കേട്ടോ. ഒട്ടും സമയം എടുക്കില്ല, പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിനി ഇത് നല്ല ഫ്രൈ ചെയ്ത് വറുത്തെടുക്കാം. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ ഉപ്പ് ഊറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഊറ്റിയത് ഉപ്പ്. ആ ഒരു സൗണ്ട് കേൾക്കില്ല നമ്മൾ ഇളക്കുമ്പോഴത്തേക്കും. ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഉപ്പ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഉപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പൊക്കെ വെച്ച് ഇനി ഇത് കുറച്ച് നേരം കൂടി കിടക്കുമ്പോൾ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും. ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ട് അടിപൊളി സംഭവമായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എത്ര ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടൂല. അപ്പോൾ ഇത് നല്ല മൊരിഞ്ഞിൻ്റെ ഈ ഒരു കളർ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് കോരി മാറ്റാം. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഇതിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും, നമുക്ക് നിർത്താൻ പോലും പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റാട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം. ഇനി കണ്ടില്ലേ, നമുക്കിനി ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി, ഇങ്ങോട്ട് ഒട്ടും താമസമില്ല. ഭയങ്കര സിമ്പിളാണ്, വെറൈറ്റിയാണ്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഫ്രൈ ആയിട്ട് വരട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ ആരും പറയില്ല ഇത് ചേമ്പാന്നുള്ള കാര്യം. കഴിച്ചാൽ പോലും മനസ്സിലാവില്ല ഇത് ചേമ്പാന്നുള്ള കാര്യം. അത്രയ്ക്കും ടേസ്റ്റി കേട്ടോ. അപ്പോൾ കണ്ടില്ല, ഒട്ടും സമയം വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ കപ്പവർത്തൊക്കെ കഴിക്കത്തില്ല, അതുപോലെ ഇരിക്കും. അതിലും ടേസ്റ്റ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടി. ഞാൻ കണ്ടില്ല, കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും, അത്രയ്ക്ക് അടിപൊളിയാട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല ക്രിസ്പിയാണ്, നല്ല കറുമുറാന്നിരിക്കും കണ്ടോ. അത് ഞാൻ ഇതിപ്പോൾ കഴിക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.